ഇപ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മൾ പതിവ് ഫോൺ നമ്പറൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. വളരെ നമുക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്നു. മലപ്പുറത്ത് വീണ്ടും നിപ്പ കൺഫേം ചെയ്തു, സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിശോധനയിൽ ഇത് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം അല്പം മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെയും അറിയിച്ചത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ് റഹ്മാൻ, പറയൂ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മലപ്പുറത്ത് ഒരു 14-കാരനാണല്ലോ ഇപ്പം ഈ നിപ്പയുടെ ഫലം പോസിറ്റീവായി വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലുടനീളം ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എസ്കെൻ, അല്പസമയം മുൻപാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനം വിളിച്ച ഈ നിപ്പ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. അല്പസമയം മുൻപ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗശേഷം ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം നാളെ ഉച്ചയോടെ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടെയോ പരിശോധനാ ഫലം പുറത്തു വരും. അപ്പോൾ അത് സ്ഥിരീകരിക്കാം. സംസ്ഥാനത്തെ പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നായിരുന്നു ഒരു അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ തൊട്ടുപുറകെ വീണ്ടും ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തുകയും പിന്നീട് മാധ്യമങ്ങളെ കാണുകയുമാണ് ഉണ്ടായത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിച്ചു എന്ന വാർത്ത മാധ്യമപ്രവർത്തകരോട് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അല്പസമയം മുമ്പ് ഈ പരിശോധനാ ഫലം വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. കാരണം 2 പരിശോധനാ ഫലമാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഒരു പരിശോധനാ ഫലം കൂടി പുറത്തു വരാനുണ്ട്. അത് ഇന്ന് അയച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അല്പസമയം മുൻപ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പാണ്ടിക്കാടും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം, അതായത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിലുടനീളം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഈ പാണ്ടിക്കാട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വീടും പരിസരവും നിൽക്കുന്ന ഏകദേശം 3-4 കിലോമീറ്റർ പരിധിയിലായിരിക്കും നിലവിൽ ഈ കണ്ടെയ്ൻമെന്റ് സോൺ, അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക എന്നുള്ളതാണ് അല്പസമയം മുൻപ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട, പ്രത്യേകിച്ച് ചെറിയ കുട്ടിയായതുകൊണ്ട് 14 വയസ്സായതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ സ്കൂളിൽ കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ള, അതുപോലെ തന്നെ ബന്ധുക്കൾ, അതുപോലെ അയൽവാസികൾ, ആ നാട്ടിലുള്ള ആളുകൾ, ഈ കുട്ടി സമ്പർക്കം പുലർത്താൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളെയും ഉടൻ തന്നെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കും. കൂടാതെ ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുടെ സ്രവം പരിശോധനയ്ക്ക് അയക്കും എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയ ഒരാൾക്ക് പനി ലക്ഷണം കണ്ടിട്ടുണ്ട്. ഇയാളുടെ സാമ്പിളുകൾ പരിശോധന ഫലം അല്ലെങ്കിൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടിയുടെ ഉമ്മ, അതുപോലെ തന്നെ ഉപ്പ, അതുപോലെ തന്നെ അമ്മാവൻ എന്നിവരെ ഇതിനോടകം തന്നെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 വാർഡുകൾ ഇതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ കോൺടാക്റ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ അവരൊക്കെ തന്നെ ഐസൊലേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് 30 വാർഡുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സജ്ജീകരിച്ചിട്ടുണ്ട്. പേ വാർഡുകൾ ഇതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ കുട്ടിയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. കുട്ടി വെന്റിലേറ്ററിലാണ്. അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. മുഖ്യമന്ത്രി ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഈ 14 വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇനി നിപ്പ സ്ഥിരീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. കാരണം ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഉറവിടം കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡിൽ തുടർച്ചയായിട്ട് പരിശോധനകളും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. കാരണം സംസ്ഥാനത്തെ പരിശോധനാ ഫലമാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതിൽ സ്ഥിരീകരണം വരണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധന ഫലം വരണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ മണിക്കൂറുകൾ അത്രയും കാത്തുനിന്നത്. ഏറ്റവും ഒടുവിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പരിശോധന ഫലം വന്ന പശ്ചാത്തലത്തിൽ ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഉടൻ തന്നെ പുറത്തിറക്കും എന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ ജില്ലയിലെ കളക്ടറുടെയും അതുപോലെ മറ്റ് വകുപ്പ് മേധാവികളും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരുടെ യോഗം അടിയന്തരമായിട്ട് ഇപ്പോൾ കളക്ടറേറ്റിൽ ചേരുകയാണ്. തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും
തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുമാണ് ഇപ്പോൾ മലപ്പുറം കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുന്നത്. അപ്പോൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഇതിന്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. DMOയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകരുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കണം, നിയന്ത്രണങ്ങൾ ഏതെല്ലാം വിധം കടുപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു തീരുമാനം വരിക. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇനിയുള്ള ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നുണ്ട്. റഹ്മാനാണ് കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അല്പം മുമ്പ് മലപ്പുറത്തെ പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടത്. അല്പം മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകരെ ഇക്കാര്യം അറിയിച്ചു. വീണ ജോർജിന്റെ വാക്കുകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ്പ പോസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിങ്ങിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈ റിസ്ക് കോൺടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈ റിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, മന്ത്രി വീണ ജോർജ് സംസാരിക്കുകയായിരുന്നു അല്പം മുമ്പ് മലപ്പുറത്ത്. പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിശോധനയിൽ മലപ്പുറത്തെ പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിന് ശേഷം മന്ത്രി നടത്തിയ പ്രഖ്യാപനമായിരുന്നു